ശക്തമായ നിയമ നടപടി വേണമെന്ന് സർക്കാരിൽ നിന്നും മേൽത്തട്ടിൽ നിന്നും നിർദ്ദേശമുണ്ടായി എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ ഉമാ തോമസിന്റെ പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ചുമത്തിയ കുറ്റങ്ങൾ അത് ബെയിലബിൾ ആണ്. പ്രത്യേകിച്ചും പൊതുജന ശ്രദ്ധയിലടക്കം ഇത് വലിയ വിഷയമായി ഉയർന്നു വന്ന സാഹചര്യത്തിൽ പ്രതികൾക്ക് ശക്തമായ നടപടി വേണമെന്നും പോലീസിന് നിർദ്ദേശമുണ്ടായിരുന്നു. ഇതനുസരിച്ച് നമുക്കറിയാം ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലൊരു വലിയ തോതിൽ പണപ്പിരിവ് നടന്നു എന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് പറഞ്ഞ ബിജി എന്ന വീട്ടമ്മ അവർ കുട്ടികളെ ഇതിനുവേണ്ടി കൊണ്ടുവന്നിരുന്നു. അവർ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത്, പോലീസിന് മൊഴി നൽകിയത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 5 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഒന്ന് ഈ പറയുന്ന മൃദംഗ വിഷന്റെ MD ആയ നികോഷ് കുമാർ, രണ്ടാം പ്രതിയായി ചേർത്തിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ തന്നെ മറ്റൊരു CEOയെയാണ്. മൂന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു നൃത്ത അധ്യാപികയാണ്. അതായത് ഈ പറയുന്ന വീട്ടമ്മയുമായി കുട്ടികളെ കൊണ്ടുവരുന്നതിന് ഇടനില നിന്ന നൃത്താധ്യാപികയെ പ്രതിയാക്കിയിട്ടുണ്ട്. ഈ നികോഷ് കുമാറിന്റെ ഭാര്യയെ പ്രതിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 5 പേരെ പ്രതിയാക്കിക്കൊണ്ടാണ് ഈ പ്രതിപട്ടിക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും വഞ്ചനാ കുറ്റം തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നോൺ ബെയിലബിൾ ഓഫൻസ് സ്വാഭാവികമായും നിലവിൽ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് ഇക്കാര്യം ദിവ്യ ഉണ്ണി അടക്കമുള്ള മൊഴി അടുത്ത ദിവസം രേഖപ്പെടുത്തും. നടനായ സിജോയ് വർഗീസിനെയും വിളിപ്പിക്കുന്നുണ്ട്. ഈ സിജോയ് ഇതിന്റെ ബ്രാൻഡിംഗ് പാർട്ണറാണ് എന്നാണ് പറയുന്നത്. സിജോയ് വേദിയിൽ അടക്കമുണ്ടായിരുന്നു. ഇവരടക്കമുള്ളവരുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ബുക്ക് മൈ ഷോ വഴി 20,000 പേരെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറ്റി എന്നുള്ളതാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഇന്നലെ അറസ്റ്റിലായവർ പോലീസിനോട് പറഞ്ഞത്. പക്ഷെ അക്കാര്യത്തിൽ വ്യക്തതക്കുറവുണ്ട്. കാരണം 149 രൂപ വാങ്ങിച്ചാണ് തങ്ങൾ ഇത്തരത്തിൽ ചെയ്തതെന്ന് അവർ പറയുമ്പോൾ ഈ മൊഴി നൽകിയവർ പറയുന്നത്, പണം മുടക്കിയവർ പറയുന്നത് തങ്ങൾ 199ഉം 299ഉം ഒക്കെ തന്നെ ചെയറിന്റെ സ്ഥാനം അനുസരിച്ച് പണം നൽകിയെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ബുക്ക് മൈ ഷോ അധികൃതരോട് ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ തേടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ മാത്രമേ എത്ര കണ്ട് പണം ഇവർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കല്യാൺ സിൽക്സിന്റെ മൊഴിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിന്റെ കാരണം 1600ഉം 1900 രൂപ ഈ ഭരതനാട്യം നർത്തകരുടെ ചേരയ്ക്കായി വാങ്ങി എന്നുള്ളതാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ കല്യാൺ സിൽക്സ് തന്നെ 390 രൂപയ്ക്കാണ് ഇത് കൊടുത്തതെന്നും തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നതെന്ന് കല്യാൺ സിൽക്സ് തന്നെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കല്യാൺ സിൽക്സ് അധികൃതരെ കൂടി മൊഴിയെടുത്തുകൊണ്ട് അവരെ സാക്ഷികളാക്കിക്കൊണ്ടുകൂടി കേസിൽ മുന്നോട്ട് പോകാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. PG.